ഇന്ന് ഹിജ്റയെക്കുറിച്ചാണ് നാം ഓർത്തുകൊണ്ടിരിക്കുന്നത്. മുഹറം, ഹിജ്റ തൊട്ട് തുടങ്ങുന്ന വർഷമാണ് മുഹറം. എന്തിനായിരുന്നു ഹിജ്റ എന്ന് ഇന്ത്യ രാജ്യം ലോകത്തോട് പറയുന്ന ഒരു ദിവസം കൂടിയാണ് വായനാ ദിനം. ഇന്ത്യ രാജ്യം ഇന്ന് വായനാ ദിനമായി ആചരിക്കുകയാണ്. എന്തിനായിരുന്നു നബിയും സ്വഹാബത്തും ഇത്രമേൽ ത്യാഗം സഹിച്ചുകൊണ്ട് മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയത്? ഇഖ്റ, വിശുദ്ധ ഖുർആൻ്റെ ആദ്യ സന്ദേശം. ഇഖ്റ, വായിക്കുക. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, നിന്നെ പടച്ച നാഥൻ്റെ നാമത്തിൽ വായിക്കുക. ലോകത്ത് വായന മരിക്കുന്നു, വായന കുറയുന്നു, വായന വർദ്ധിക്കുന്നു, പലതരത്തിലുള്ള അഭിപ്രായങ്ങളും പൊങ്ങി വരുന്നുണ്ട്. ഈയിടെ നടത്തിയ പഠനത്തിൽ 73% വായന നടക്കുന്നത് പുസ്തകങ്ങളിലൂടെ തന്നെയാണ്. സ്മാർട്ട് ഫോണുകളിലും യന്ത്രങ്ങളിലുമായി വായിക്കുന്നതിൻ്റെ അളവ് അത്ര കൂടുതലില്ല എന്നു തന്നെയാണ് കാണുന്നത്. എന്തൊക്കെയോ വായിച്ചു വിടുന്ന നമ്മുടെ മുന്നിൽ കാണുന്നത്, വരുന്നതെല്ലാം വായിച്ച് ഒരൽപ്പം വായിച്ച് അടുത്തതിലേക്ക് നീങ്ങുന്ന സ്ക്രോളിംഗ്, സ്കിമ്മിങ് ഒരു വായനാ രീതി ഇന്നെല്ലാവരിലും ഉണ്ട്. അതിലൂടെ വളരെ കുറഞ്ഞ അറിവുകൾ ലഭിക്കുന്നുണ്ട്. അതിലുപകാരപ്രദമായത് അതിനേക്കാളും കുറവും മാത്രമാണ്. യഥാർത്ഥ വായന, അറിവ് ലഭിക്കണമെങ്കിൽ നല്ല ചിന്തയോടുകൂടിയുള്ള വായന തന്നെ വേണം. തിരഞ്ഞെടുക്കപ്പെട്ട പുസ്തകങ്ങളാകണം, തിരഞ്ഞെടുക്കപ്പെട്ട വിഷയങ്ങളാകണം. ഗ്രന്ഥകാരന്മാരാര് എന്ന കാര്യം പരിശോധിച്ചിട്ട് വേണം. വായന സംസ്കാരത്തെ വളർത്തുന്നു. ഈ അടുത്ത ദിവസം കേരളത്തിലെ വലിയൊരു എഴുത്തുകാരൻ പറഞ്ഞിട്ടുള്ളത് അതാണ്. വായന കൊണ്ട് എന്താണ് ഉണ്ടായിത്തീരുന്നത്? സംസ്കാരത്തെ വളർത്തുന്നു. നമുക്കറിയാം, ഇഖ്റ എന്ന് പറയുന്ന ഒരു സന്ദേശത്തെ നെഞ്ചേറ്റിക്കൊണ്ട് മദീനയിൽ നിന്ന് പുറപ്പെട്ട സ്വഹാബത്ത് ബസ്രയിലും കൂഫയിലും ബഗ്ദാദിലും കാഹിറയിലും അന്തരിസിലും ദിമിഷ്കിലും സമർക്കന്ദിലും താഷ്കൻഡിലും ഡൽഹിയിലും കൊർഡോവയിലും എല്ലാം ഗ്രന്ഥാലയങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. കേരളത്തിൽ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിനു വേണ്ടി മുന്നിൽ നിന്നൊരാളെ സ്മരിച്ചുകൊണ്ടാണ് ഇന്ത്യയിൽ ഇന്ന് വായനാ ദിനം ആചരിക്കുന്നതെങ്കിൽ, അതിൻ്റെയൊക്കെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ മുസ്ലിം പണ്ഡിതന്മാർ ഇഖ്റ എന്ന് പറയുന്നൊരാശയത്തെ നെഞ്ചേറ്റിയതുകൊണ്ട് അവർക്ക് വിശ്രമിക്കാൻ കഴിഞ്ഞിട്ടില്ല. മലയാളത്തിന് അക്ഷരമില്ലെങ്കിലും ഞങ്ങൾക്കറിയുന്ന ഭാഷയുണ്ട് ഇവിടെ, അത് അറബിയാണ്. അറബി അക്ഷരങ്ങൾ ഉപയോഗിച്ചിട്ട് മലയാളം എഴുതാം എന്ന് പറഞ്ഞ് ആയിരക്കണക്കിനു ഗ്രന്ഥങ്ങൾ വൈദ്യശാസ്ത്രത്തിലും ഗണിതശാസ്ത്രത്തിലും സാമൂഹ്യശാസ്ത്രത്തിലും ചരിത്രത്തിലും മങ്കബത്തുകളിലും ആയി ആയിരക്കണക്കിനു ഗ്രന്ഥങ്ങൾ കേരളത്തിലെ മുസ്ലിം പണ്ഡിതന്മാർ മലയാളത്തിൽ രചിച്ചിട്ടുണ്ട്. തമിഴ് ഭാഷക്കാർ അറബി തമിഴിൽ രചിച്ചിട്ടുണ്ട്. അക്ഷരമില്ലെങ്കിലും വിജ്ഞാനത്തോട് വിശ്രമമില്ല എന്ന തീരുമാനമായിരുന്നു അതിൻ്റെ കാരണം. അതുകൊണ്ടാണ് കോഴിക്കോട് നഗരത്തിന് ഏറ്റവും ലോകത്ത് തന്നെ ഒരു സാഹിത്യ നഗരം എന്ന പേര് ലഭിക്കുന്നത്. ഫതുഹുൽ മുഈൻ എന്ന് പറയുന്ന കേരളീയ പണ്ഡിതൻ രചിച്ച വിശ്വവിഖ്യാതമായ ഗ്രന്ഥത്തിൽ ഗ്രന്ഥശാല ശാസ്ത്രത്തെക്കുറിച്ച് പറയുന്നുണ്ട്. എങ്ങനെയാണ് ഗ്രന്ഥശാലകളിലെ പുസ്തകങ്ങൾ ഓണർഷിപ്പ് എങ്ങനെയാണ് സൂക്ഷിക്കേണ്ടത്, ഇതെല്ലാം അതിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട്. അങ്ങനെ മുസ്ലിം പണ്ഡിതന്മാർ കേരളത്തിൽ ഒരു വിജ്ഞാന വിപ്ലവം തന്നെ രചിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ അറിവുകൾ വളരുന്നത് പുസ്തകങ്ങളിലൂടെയാണ്, ഗ്രന്ഥങ്ങളിലൂടെയാണ്, ഗ്രന്ഥശാലകളിലൂടെയാണ് എന്നു കണ്ടതുകൊണ്ട് തന്നെ സാമ്രാജ്യത്വ ശക്തികൾ എന്നും അറിവിനെതിരാ. ഗ്രന്ഥശാലകൾ കൊള്ളയടിക്കുക,
ഗ്രന്ഥശാലകൾ തീവച്ച് നശിപ്പിക്കുക, പുസ്തകങ്ങൾ കടലിൽ എറിഞ്ഞ് നശിപ്പിക്കുക. ഇതാണ് മുസ്ലിം രാജ്യങ്ങളിലേക്ക് കടന്നുവന്ന കുരിശുയുദ്ധക്കാർ അതുപോലെയുള്ള സാമ്രാജ്യത്വ ശക്തികളും ഈ ലോകത്ത് കാണിച്ചിട്ടുള്ളത്. ബാഗ്ദാദിലെ ഗ്രന്ഥശാലയ്ക്ക് തീവച്ചു, അലക്സാണ്ട്രിയയിലെ പുസ്തകശാലകൾക്ക് തീ കൊടുത്തു, ബോംബെയിലെ മഖ്ദൂം ഷാ മുഹാമിയുടെ ഗ്രന്ഥങ്ങളെടുത്ത് കടലിൽ വലിച്ചെറിഞ്ഞു. അവർക്ക് അറിവ് വേണ്ട, പക്ഷേ അറിവ് പഠിക്കുന്നവരുണ്ടാകരുത് എന്നാണ് അവരുടെ ആവശ്യം. 1000-ലേറെ അറബി മലയാള സാഹിത്യ പുസ്തകങ്ങൾ കേരളത്തിൽ നിന്ന് കെട്ടിക്കൊണ്ടുപോയത് ഇന്ന് ബ്രിട്ടീഷ് ലൈബ്രറിയിൽ ഭാഗ്യത്തിന് അവിടെ സൂക്ഷിച്ചിരിപ്പുണ്ട്. കാരണം അവർക്ക് ഹെറിറ്റേജിനോട് വലിയൊരു മതിപ്പാണ്. പഴയത് നിലനിർത്തുക എന്നുള്ളത്, വായിക്കാൻ കൊടുക്കരുത്. ബ്രിട്ടീഷ് ലൈബ്രറിയിൽ നോളജ് സിറ്റിയിലെ മലബാർ ഫൗണ്ടേഷൻ്റെ ഒരാവശ്യാർത്ഥം ബ്രിട്ടീഷ് ലൈബ്രറിയിൽ ചെന്നപ്പോൾ അവിടെ ഈ അറബി മലയാള പുസ്തകവുമായി കൈകാര്യം ചെയ്യുന്നത് ഒരു തമിഴ് വംശജിയായ ശ്രീലങ്കക്കാരിയും മറ്റൊരു ലിബിയക്കാരിയുമാണ്. അവർക്കിതറിയില്ല. ഇത് ഇംഗ്ലീഷിൽ എഴുതി വെച്ചത് നോക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ കളിക്കുകയാണ്. കാരണം അവർക്ക് ഭാഷയല്ല, അറിവല്ല വേണ്ടത്, മറിച്ച് രാജ്യവും സമ്പത്തുമാണ്. ഈ ഒരു ചിന്താഗതിയാണ് ലോകത്ത് അറിവിനെ നശിപ്പിച്ചത്. അപ്പോൾ നമ്മുടെ നാട്ടിൽ പുസ്തകങ്ങൾ വായിച്ചാൽ നാട് വളരും എന്ന് പറയുന്ന സാംസ്കാരിക നായകന്മാർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആളുകളിലാണ് ഏറ്റവും കൂടുതൽ കുശുമ്പും കുഞ്ഞായും നമ്മൾ കാണുന്നത്. അവർ തമ്മിലാണ് ഏറ്റവും വലിയ പോരും വാശിയുമുള്ളത്. ഇതിൻ്റെ കാരണം എന്താണ്? ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. സൃഷ്ടാവിനെ ഓർത്തുകൊണ്ട് വായിക്കണം, സൃഷ്ടാവിനെ ഓർത്തുകൊണ്ട് വായിക്കണം, മൂല്യമുള്ളത് വായിക്കണം. മനുഷ്യനെ നന്നാക്കുന്ന, ഹൃദയം ശുദ്ധീകരിക്കുന്ന അറിവുകളാണ് മനുഷ്യൻ നേടേണ്ടത്. അത് കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ ശരീരത്തെ സംരക്ഷിക്കാൻ ആവശ്യമായ അറിവുകൾ, സമൂഹത്തിൽ ജീവിക്കാൻ ആവശ്യമായ അറിവുകൾ, തൻ്റെ ജീവിതത്തെ നന്നാക്കാനും സൃഷ്ടാവിനെ ധ്യാനിക്കാനും പറ്റിയ അറിവുകൾ, അങ്ങനെയുള്ള വായനയാണ് വേണ്ടത്. പ്രസിദ്ധീകരണാലയങ്ങൾ ലോകത്ത് വർദ്ധിച്ചു വരുന്നുണ്ട്, പുസ്തക കച്ചവടം നന്നായി നടക്കുന്നുണ്ട്. പക്ഷേ മൂല്യമുള്ള പുസ്തകങ്ങളുടെ രചനകൾ കുറഞ്ഞു വരുന്നു. ഇനി അങ്ങനെയുള്ള പുസ്തകങ്ങളാണെങ്കിൽ തന്നെ ചിലപ്പോൾ അതിൻ്റെ രചനയ്ക്ക് ധാരാളം സമയമെടുക്കും, അതിൻ്റെ പ്രസിദ്ധീകരണത്തിന് വലിയ ചെലവുണ്ടാകും. മാർക്കറ്റിൽ അതത്ര കൂടുതൽ ചെലവായിക്കൊള്ളണം എന്നില്ല. അതുകൊണ്ട് പ്രസിദ്ധീകരണാലയങ്ങൾക്ക് അത്തരം പുസ്തകങ്ങൾ ചെലവഴിക്കാനുള്ള താല്പര്യവും ഇല്ല. യഥാർത്ഥത്തിൽ മൂല്യബോധമുള്ള, സാംസ്കാരിക താല്പര്യങ്ങളുള്ള ഗ്രന്ഥകാരന്മാരും പ്രസിദ്ധീകരണാലയങ്ങളും സമൂഹത്തെ നന്മയിലേക്ക് നയിക്കുന്ന പുസ്തകങ്ങൾ അത് ചെലവായാലും ഇല്ലെങ്കിലും പ്രസിദ്ധീകരിക്കുക എന്നുള്ള ഒരു കാഴ്ചപ്പാട് അത് നിർബന്ധമായും നിലനിൽക്കേണ്ടതുണ്ട്. എന്താണോ ചൂടപ്പം പോലെ ചെലവഴിക്കുന്നത് അതുമാത്രം അടിച്ചുവിടുക എന്നൊരാശയം ആണുള്ളത്. അതോടൊപ്പം നമുക്കൊക്കെ വായനാ താല്പര്യം നന്നായി ഉണ്ടാകണം. നമ്മുടെ വീടുകളിലൊക്കെ ഒരു ഗ്രന്ഥശാലയുണ്ടാകണം. നമ്മുടെ വീടുകളിലേക്ക് ആവശ്യമായ അനിവാര്യമായ അറിവുകളുടെ പുസ്തകങ്ങൾ സംയോജിപ്പിച്ചുകൊണ്ട് മലബാർ ഫൗണ്ടേഷൻ ഒരു കോംബോ ബോക്സ് നിങ്ങളുടെ വീടുകൾക്കൊക്കെ തരുന്നുണ്ട്. അങ്ങനെ വീട്ടിലൊരു ഗ്രന്ഥശാലയുണ്ടായാൽ എപ്പോഴെങ്കിലുമൊക്കെ എടുത്തു വായിക്കും. അതുപോലെ റിസപ്ഷനുകളിൽ, കാത്തിരിക്കുന്ന സ്ഥലങ്ങളിൽ എല്ലായിടത്തും വായിക്കാൻ പറ്റിയ നല്ല പുസ്തകങ്ങൾ ഉണ്ടാകണം. നോളജ് സിറ്റിയിൽ 10-ലേറെ ലൈബ്രറികളുണ്ട്, ചെറുതും വലുതുമായ ലൈബ്രറികൾ. മെഡിസിൻ ലൈബ്രറിയുണ്ട്, നിയമത്തിൻ്റെ ഏറ്റവും വലിയ ലൈബ്രറിയുണ്ട്, അതുപോലെ സാങ്കേതിക വിദ്യയുടെയും മറ്ററിവിൻ്റെയും ലൈബ്രറികളുണ്ട്, പൊതുവിജ്ഞാനം നൽകുന്ന സിവിൽ സർവീസിൻ്റെ ലൈബ്രറിയുണ്ട്, കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള സ്കൂൾ ലൈബ്രറിയുണ്ട്. ഇങ്ങനെ ധാരാളം ലൈബ്രറികളുണ്ട്. ഇതിൻ്റെ എല്ലാം വലിയൊരു ജനറൽ ലൈബ്രറി നമ്മുടെ വലിയ സ്വപ്നമാണ്, ഏറെക്കാലത്തെ സ്വപ്നമാണ്. അതിനുള്ള വലിയൊരു കെട്ടിടം സ്കെൽട്ടൻ പൂർത്തിയായി നിൽക്കുന്നുണ്ട്. എന്തോ അത് പൂർത്തിയാകുന്നില്ല. നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനകളുണ്ടാകണം, എങ്കിൽ അത് പൂർത്തിയാകും ഇൻഷാ അല്ലാഹ്. ഏറ്റവും വലിയൊരു ലൈബ്രറി സയ്യിദത്തുന ആയിഷ റളിയല്ലാഹു അൻഹ, ഏറ്റവും അറിവിൻ്റെ ഭണ്ഡാകാരമായ ബീബി ആയിഷ റളിയല്ലാഹു അൻഹയുടെ പേരിലാണ് നാം ഈ വലിയ ലൈബ്രറി സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും അതിലേക്ക് സഹായിക്കണം.
സഹകരിക്കണം എന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു. MFRD നാൾക്കുനാൾ പ്രസിദ്ധീകരിച്ചു കൊണ്ടിരിക്കുന്ന സെലക്റ്റീവായിട്ടുള്ള പുസ്തകങ്ങൾ നിങ്ങളുടെ വീടുകളിൽ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളും ഓരോരുത്തരുടെയും ഭാഗത്തു നിന്ന് ഉണ്ടാകണമെന്നും ഓർമ്മപ്പെടുത്തുകയാണ്. സാഹിത്യത്തോടുള്ള ഈ ഒരു പ്രസ്ഥാനത്തിൻ്റെ പ്രതിബദ്ധതയാണ് സാഹിത്യോത്സവം എന്ന പേരിൽ വിദ്യാർത്ഥികൾക്കിടയിൽ പതിറ്റാണ്ടുകളായി നടത്തിവരുന്ന ദശക്കണക്കിന് വകുപ്പുകളിൽ മത്സരങ്ങൾ നടത്തി സാഹിത്യ അഭിരുചി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു വലിയ തേരോട്ടം തന്നെയാണ് SSF കീഴിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ നമ്മുടെ പ്രസിദ്ധീകരണാലയങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്, അതിനോടൊക്കെയുള്ള നമ്മുടെ ആഭിമുഖ്യം വളരെ പ്രധാനമാണ്. ഗ്രന്ഥലോകത്ത് പാരമ്പര്യജ്ഞാനത്തിൻ്റെ നിലനിൽപ്പിനും അതിൻ്റെ വളർച്ചയ്ക്കുമായി നടത്തുന്ന മർക്കസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഇജാസാത്തുകളും സനദുകളും ഇക്കഴിഞ്ഞ ദിവസം 5000-ലേറെ പണ്ഡിതന്മാർ പങ്കെടുത്തുകൊണ്ട് ഒരു പുതിയ ഗ്രന്ഥത്തിൻ്റെ ഇസ്നാദ് ചെയ്തുകൊണ്ട് അതിൻ്റെ ഇജാസത്ത് കൊടുത്തുകൊണ്ട് സുൽത്താനുൽ ഉലമ ഒരു ദർസി പരമ്പരയ്ക്ക് ഉദ്ഘാടനം ചെയ്തു, തുടക്കം കുറിച്ചു. 30 ക്ലാസ്സുകളിലൂടെയായി അടുത്ത ജനുവരി അവസാനത്തോടുകൂടി 5 ലക്ഷം ആളെങ്കിലും ഒന്നിച്ചോതുന്ന ഒരു ദർസാണത്. ആഴ്ചയിൽ ഒരു ദിവസം നടക്കുന്ന ദർസ് ഇൻഷാ അല്ലാഹ്. അതുപോലെ തന്നെ ഈ വരുന്ന വെള്ളിയാഴ്ച ആഷൂറാൻ്റെ ദിവസമാണ്. നോമ്പ് നോറ്റുകൊണ്ട് ആഷൂറാൻ്റെ ദിവസം മാത്രം കൈമാറി വന്നിട്ടുള്ള ഹദീസ് അൽ മുസൽസലു ബിയൗമി ആഷൂറാ എന്ന് പറയുന്ന ഹദീസിൻ്റെ ഇജാസത്ത് ഈ മസ്ജിദിൽ വെച്ച് ഇൻഷാ അല്ലാഹ് ദുആകളും ദിക്റുകളും മറ്റുമൊക്കെ ഉണ്ടാകും. അക്കൂട്ടത്തിൽ പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു,